+2 exam package part 33 magnetic property questions from magnetic properties. 136. Relative permeability of silver is 0.99987 and that of lead is 0.99968. What type of magnetic materials are silver and lead? Which one exhibits strongly the property of the class of materials it belongs? ഇവിടെ സിൽവറിൻ്റെ റിലേറ്റീവ് പെർമിബിലിറ്റി തന്നിട്ടുണ്ട് 0.99987. ലെഡിൻ്റെ 0.9999 ഉണ്ട് 68. ഒന്നിൽ കുറവാണ് റിലേറ്റീവ് പെർമിബിലിറ്റി എങ്കിൽ അതിനെ നമ്മൾ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്നാണ് പറയുക. ഇതെല്ലാം ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒന്നിൽ കുറവാണ്. അപ്പം ബോത്ത് സിൽവർ ആൻഡ് ലെഡ് ആർ ദേ ബിലോങ് ടു ഡയാമാഗ്നറ്റിക് ഗ്രൂപ്പ്, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഇനി ഇതിലേതാണ് കൂടുതൽ ഡയാമാഗ്നറ്റിക്? അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ട്, ഈ ഫ്രീ സ്പേസിൻ്റെ റിലേറ്റീവ് പെർമിബിലിറ്റി 1. അതിൽ നിന്ന് ഒന്നിൽ നിന്ന് എത്ര ഡിഫറൻസ് കൂടുതലാണോ ഒരു വസ്തുവിൻ്റെ റിലേറ്റീവ് പെർമിബിലിറ്റി അത്രയും സ്ട്രോങ് ആണ് ആ ക്ലാസ് ഓഫ് മെറ്റീരിയൽസിൽ ഈ വസ്തു. ഇവിടിപ്പോൾ സിൽവറിൻ്റെ 0.399987, ലെഡിൻ്റെ 0.49 ഉണ്ട് 99968. അപ്പോൾ ഒന്നിനോട് അടുത്ത് നിൽക്കുന്നത് ലെഡാണ്, സിൽവറ കൂടുതൽ ഡിഫറൻസ് ഉള്ള, ഒന്നുമായിട്ടുള്ള നമ്പർ ഡിഫറൻസ് കൂടുതൽ സിൽവറിനാണ്. അതുകൊണ്ട് സിൽവറാണ് നല്ല ഈ തന്നിരിക്കുന്ന രണ്ടെണ്ണത്തിലെ ബെറ്റർ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ സിൽവർ. ഇത് ഓർത്താൽ മതി. ഒന്നിൽ നിന്നും ഡിഫറൻസ് കൂടിയ മ്യൂആറിൻ്റെ വാല്യൂവിന് ഡിഫറൻസ് കൂടിയത് ഏതോ അതാണ് തന്നിട്ടുള്ളതിൽ ബെസ്റ്റ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. അപ്പോൾ ഇവിടെ ആൻസർ സിൽവർ ആൻഡ് ലെഡ് ആർ ഡയാമാഗ്നറ്റിക് materials. Silver is more diamagnetic. That's all. 137. Relative permeability of aluminium is 1.0008 and that of palladium is 1.008. ആൻസർ ദി അബോവ് ക്വസ്റ്റ്യൻസ്. അത് ഞാൻ വീണ്ടും പറയേണ്ടതെന്ന് വെച്ചാൽ ഇതേത് ഗ്രൂപ്പിൽ പെട്ടതാണ്, ആ ഗ്രൂപ്പിലെ ഗ്രൂപ്പിലെ പ്രോപ്പർട്ടി കൂടുതൽ വ്യക്തമായിട്ട് കാണിക്കുന്നത് ഇതിലേതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്നിൽ അല്പം കൂടുതൽ റിലേറ്റീവ് പെർമിബിലിറ്റി എങ്കിൽ അതിനെയാണ് പാരാമാഗ്നറ്റിക് എന്ന് പറയുക. ഒന്നിൽ കുറവാണ് ഡയ, ഒന്നിൽ അല്പം കൂടുതലാണ് പരാ, ഒന്നിനേക്കാൾ വളരെ കൂടുതലാണ് അത് ഫെറോ മാഗ്നറ്റിക്. അപ്പോൾ ഇത് രണ്ടും പാരാമാഗ്നറ്റിക്കാണ്. 1.00 സംതിങ്ങാണ്. അപ്പോൾ രണ്ടും ഒന്നിൽ കൂടുതലാണ്, പാരാമാഗ്നറ്റിക്കാണ്. ഇനി മുമ്പേ പറഞ്ഞ ആ റൂൾ ഇവിടെയും ബാധകമാണ്. ഒന്നിൽ നിന്നും ഡിഫറൻസ് ഏറ്റവും കൂടുതൽ ഏതിനാണോ അതാ കൂടുതൽ ആ ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടി കാണിക്കുക. ഇവിടെ ഇപ്പോൾ അലൂമിനിയത്തിന് 1.0008 പലേഡിയത്തിന് 1.208 വരുന്നു. അപ്പോൾ പലേഡിയത്തിൻ്റെ മ്യൂആറാണ് ഒന്നിനേക്കാൾ കൂടുതൽ ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ പലേഡിയമാണ് ഈ തന്നിരിക്കുന്നതിൽ ബെറ്റർ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഈ പ്രിൻസിപ്പിൾ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഫ്രീ സ്പേസിൻ്റെ റിലേറ്റീവ് പെർമിബിലിറ്റി 1, അതിനോട് ഏറ്റവും ഡിഫറൻസ് കൂടിയത് ഏത് എലമെൻ്റാണോ ആ എലമെൻ്റാണ് ആ ഗ്രൂപ്പിലെ അതിൻ്റെ പ്രോപ്പർട്ടി കൂടുതൽ സവിശേഷമായിട്ട് കാണിക്കുക, ശക്തമായിട്ട് കാണിക്കുക.
അതറിഞ്ഞിരുന്നാൽ മതി, ആൻസർ ചെയ്യാം. നെക്സ്റ്റ് 138. How can you identify whether a given rod is diamagnetic or paramagnetic? ഒരു റോഡോ വല്ലതും തന്നിട്ടുണ്ട്, അത് ഡയാണോ പരയാണോ എന്ന് തിരിച്ചറിയണം. അതിന് ചെയ്യേണ്ടത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഇത് കെട്ടിത്തൂക്കിയിട്ടാൽ ലോങ്ങസ്റ്റ് ഡയമെൻഷൻ ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്നുവെങ്കിൽ അത് ഡയാമാഗ്നറ്റിക്കാണ്. ഫീൽഡിന് പാരലായിട്ടാണ് വരുന്നതെങ്കിൽ അത് പരാമാഗ്നറ്റിക്കാണ്. അതായത് ഇപ്പോൾ ഒരു റോഡിൻ്റെ ഷേപ്പിൽ തന്നിരിക്കുന്നു, ഇത് ഒരു സ്ട്രോങ് ഫീൽഡിൽ വെച്ചാൽ ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, അതിൻ്റെ വിരൽ ചൂണ്ടിയിരിക്കുന്ന ഭാഗത്ത് ഇങ്ങോട്ടാണ്. ഇതിൻ്റെ ലെങ്ത് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് അലൈൻ ചെയ്ത് തിരിഞ്ഞ് നിൽക്കുന്നെങ്കിൽ ഇത് ഡയ. ഫീൽഡിന് പാരലായിട്ട് തന്നെ നിൽക്കുന്നെങ്കിൽ അത് പരായ. അപ്പോൾ ദി സ്പെസിമെൻ ഈസ് സസ്പെൻഡഡ് ഇൻ എ സ്ട്രോങ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഇഫ് ദി ലോങ്ങസ്റ്റ് ഡയമെൻഷൻ, ലെങ്ത് എന്ന് എഴുതിയാലും മതി, ഇഫ് ദി ലെങ്ത് ഓഫ് ദി സ്പെസിമെൻ ലൈസ് perpendicular to the direction of the magnetic field, the material is diamagnetic. If it is, the length is parallel to the magnetic field, it is paramagnetic. That's a simple test. 139. Name the theory applied to the study of ferromagnetism. Domain theory. DOMAIN, ഡൊമെയിൻ തിയറി. അത് ഫെറോമാഗ്നറ്റിസം പഠിക്കുന്നതിന് വേണ്ടിയുള്ള ബേസിക് തിയറിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 140. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ബി ആൻഡ് ക്യാപിറ്റൽ എച്ച്. ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓർ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. H is called intensity of magnetic field. ബിയുടെ യൂണിറ്റ് ടെസ്ല ഓർ വെബർ പെർ മീറ്റർ സ്ക്വയർ. എച്ചിൻ്റെ യൂണിറ്റ് ആംപിയർ പെർ മീറ്റർ. Another point is value of B depends upon the medium in which the magnetic field exists. Whereas H is independent of the medium. ഒരു മാഗ്നറ്റ് എയറിൽ വെച്ചാലും വെള്ളത്തിൽ മുക്കി വെച്ചാലും ഒക്കെ എച്ച് സെയിമാണ് ചുറ്റുപാടും, പക്ഷേ ബി ചേഞ്ച് ചെയ്യും. അപ്പോൾ ബി ഡിപ്പെൻഡ്സ് ഓൺ ദി സറൗണ്ടിങ് മീഡിയം ആൻഡ് എച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി മീഡിയം. മറ്റൊരു വ്യത്യാസം, ബി is a measure of the force exerted on a charge, on an electric charge by a magnetic field. അതവിടെ ഒരു ഡിഫറൻസാണ്. കാരണം ബി ഡിഫൈൻ ചെയ്യുന്നത് തന്നെ F=BQV sin തീറ്റ ലോറൻസ് ഫോഴ്സ്, അതിൽ നിന്നാണ് ബി ഡിഫൈൻ ചെയ്യുന്നത്. സോ ദറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് magnetic force exerted by a field on a charge, electric charge. That's all. പിന്നെ കാരണം ഫ്രീ സ്പേസിൽ B = μ0 × H, അതായത് തമ്മിലുള്ള കണക്ഷൻ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. B = μ0 × H, വേറെ μ0 is the permeability of free space, 4π × 10⁻⁷ Henry per meter. 141. A solenoid in vacuum carries a current I, and the magnetic field inside is B0. A material is placed inside the solenoid. How do you identify the magnetic nature of the material?
ലെങ്തി ആയിട്ടുള്ള ഒരു സോളിനോയിഡ് വാക്വത്തി വെക്കുന്നു, എന്നിട്ട് അതിൽ കൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഒരു അപ്പോൾ അതിനകത്തെ മാഗ്നറ്റിക് ഫീൽഡ് B0 സ്ട്രെങ്ത്. ഒരു മെറ്റീരിയൽ അതിനകത്തോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ മെറ്റീരിയൽ ഏത് ടൈപ്പാണെന്ന് നിങ്ങളങ്ങനെ തിരിച്ചറിയും. നിങ്ങൾ അതിനകത്ത് വെക്കുമ്പോൾ ആ മെറ്റീരിയലിനകത്തെ ഫീൽഡ് B0 കുറയുന്നുവെങ്കിൽ, ഇഫ് ഫീൽഡ് ഇൻസൈഡ് ദി മെറ്റീരിയൽ B ഈസ് ലെസ് ദാൻ B0, ദാറ്റ് മെറ്റീരിയൽ ഈസ് ഡയാമാഗ്നറ്റിക്. നേരത്തെ ഇതൊക്കെ ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. നേരെ മറിച്ച് ഇഫ് B ഈസ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ B0, മറ്റേ ലെസ് ദാനാ, സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ B0, the material is paramagnetic. If B is much greater than B0, the material is ferromagnetic. അങ്ങനെയാണ് തിരിച്ചറിയുന്നത്. Question number 142. Name the electrical equivalent of a long solenoid carrying current. Make a comparison. ലോങ് സോളിനോയിഡിൻ്റെ പ്രത്യേകത, അതിൽ കൂടെ കറണ്ട് പാസ് ചെയ്താൽ മോർ ഓർ ലെസ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് വിൽ സെറ്റപ്പ് ഇൻസൈഡ് ദി സോളിനോയിഡ്. അതിന് തത്തുല്യമായി ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ അതിൻ്റെ അറേഞ്ച്മെൻ്റ് ഏതാണെന്ന ചോദ്യം. എ പെയർ ഓഫ് പാരലൽ മെറ്റൽ പ്ലേറ്റ്സ്, അതാണ് എൻ്റെ ഇലക്ട്രിക്കൽ ഇക്വലൻറ്റ് സോളിനോയിഡിൻ്റെ. അപ്പോൾ സോളിനോയിഡ് ഇലക്ട്രിക്കൽ ഇക്വലൻറ്റ് ഓഫ് സോളിനോയിഡ് ഈസ് a capacitor. Parallel plate capacitor, that's all. അപ്പോൾ രണ്ട് പാരലൽ പ്ലേറ്റിൽ ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ചാർജസ് അല്ലെ ബാറ്ററിയുടെ പ്ലസിലോട്ടും മൈനസിലോട്ടും കണക്ട് ചെയ്ത ഈ പ്ലേറ്റിനിടയ്ക്കുള്ള സ്പേസിൽ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോമാണ്. യൂണിഫോം അല്ലെ കോൺസ്റ്റൻറ്റ് സ്ട്രെങ്തും ഡയറക്ഷനുള്ള ഫീൽഡാണ് കിട്ടുക. അപ്പോൾ ഇലക്ട്രിക്കൽ ഇക്വലൻ്റ് ഈസ് കപ്പാസിറ്റർ. ഇനി എൻ്റെ കമ്പാരിസൺ ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഒന്നിൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും, മറ്റേ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. മറ്റൊരു വ്യത്യാസം, മാഗ്നറ്റിക് ഫീൽഡ് എനർജി ക്രിയേറ്റഡ് ബൈ എ സോളിനോയിഡ് ഈസ് ½ Li², where L is the self-inductance of the solenoid and I is the current through it. കപ്പാസിറ്ററിൻ്റെ കേസിൽ എനർജി ഈസ് ½ CV². അപ്പോൾ എല്ലിൻ്റെ സ്ഥാനത്ത് ഇവിടെ സി വരും, കറണ്ടിൻ്റെ സ്ഥാനത്ത് ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസും വരും. എൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ മെഷർ ഓഫ് മാഗ്നറ്റിക് ഇനേർഷ്യ, സി ഈസ് എ മെഷർ ഓഫ് ഇലക്ട്രിക്കൽ ഇനേർഷ്യ. അപ്പോൾ പ്രധാന വ്യത്യാസം കമ്പാരിസൺ പറയുമ്പോൾ എനർജി വാല്യൂവും പറയുക, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡും യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ക്രിയേറ്റർ ആണെന്നും പറഞ്ഞാൽ മതി. We will see in the next posting. Thank you.